ഇപ്പം സമയമേ രാത്രി ഏതാണ്ട് 12:40 ഞങ്ങളിപ്പോൾ ഉണർന്നിരുന്ന് ഈ വീഡിയോ പിടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉറക്കമായിരുന്നപ്പോൾ പട്ടിക്കുട്ടന്മാരെ ഈ അടുക്കള ഭാഗത്ത് 2 പേരെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാക്കീനെയും തുമ്പീനെയും എന്താ ഇവിടെ അടുക്കള ഭാഗത്താണ് ഇട്ടിരുന്നത്. അപ്പോൾ കാണാം ഇവർ ഭയങ്കര കുരയിൽ കേട്ട് ഇവരുടെ ഈ കുരയിൽ കേട്ട് ഞാൻ എണീറ്റ് വന്ന് ഈ ജനലിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ ആ ഗേറ്റിൻ്റെ അപ്പുറം കാണിച്ചു തരാവേ. ഇവിടെ വേണ്ട ഗേറ്റിൻ്റെ അപ്പുറം ഇവിടെയാണ് അവരെ കിടത്തിയിരുന്നത്. ജാക്കിയും തുമ്പിയും ഇവിടെയാണ് കിടന്നത്. അപ്പോൾ ഞാൻ വന്ന് ഈ ജനൽ വഴി അവർ കുരയ്ക്കുന്ന സൗണ്ട് കേട്ട് ഈ ജനൽ വഴി നോക്കിയപ്പോൾ ഇവിടെ മുറ്റത്ത് ഒരു പാമ്പ്, ആ മതിലിനോട് ചേർന്ന് ഒരു പാമ്പിനെ കണ്ട്. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം, അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കതക് തുറന്ന് വന്നിട്ട് പിള്ളേരെ അങ്ങ് അകത്താക്കി. ജാക്കീനെയും തുമ്പീനെയും അങ്ങ് പെരിക്കകത്താക്കി. അങ്ങ് അകത്താണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് എന്തൊക്കെയോ നശിപ്പിക്കുക. ഏതോ പഴയ തുണികളൊക്കെ വാരിയിട്ട് ചവിട്ടി കീറുക അവർ. കണ്ട് പിള്ളേരെ ഞങ്ങളൊക്കെ ആദ്യം അകത്താക്കി സേഫാക്കിയതിന് ശേഷം ഞാൻ ഗൂഗിളിൽ കയറി സ്നേക്ക് ക്യാച്ചേഴ്സിൻ്റെ സർട്ടിഫൈഡ് സ്നേക്ക് ക്യാച്ചേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മളുടെ നിയറസ്റ്റ് ഏരിയയിലുള്ളതെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസിലെ നമ്പരൊക്കെ കിട്ടി, ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർ അവിടെ നിലവിലുള്ള ഫോറസ്റ്റ് ഓഫീസറൊക്കെ എന്തോ കാട്ടുപന്നീനെ പിടിക്കാൻ പോയിരിക്കുന്നതിനാൽ അവർ വേറെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിൻ്റെ ഫോൺ നമ്പർ തന്നു. ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം വീണ്ടും വിളിച്ച് പറഞ്ഞപ്പോൾ വേറൊരാളുടെ നമ്പർ തന്നു. അപ്പോൾ കൊല്ലം മാടന്നടയിൽ നിന്ന് പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്ത് കൊല്ലം മാടന്നടയിൽ നിന്നാണ് വരുന്നത്, ഒരു അരമണിക്കൂറിനാണ് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ പാമ്പ് ഇരിക്കുന്നത് ഇതാ ഇവിടെയാണ്, ആ അറയ്ക്കകത്താണ് ഇപ്പം പാമ്പ് കയറി ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മുറ്റത്ത് കണ്ടിട്ട് അത് പയ്യെ എഴഞ്ഞ അറയ്ക്കകത്തിരിക്കുക. ഞാനും അണ്ണനും ഇവിടെ ഇങ്ങനെ കാവലിരിക്കുക. പട്ടിക്കുട്ടന്മാരെ എല്ലാവരെയും ഞങ്ങൾ കൂടുകളിൽ ആക്കി സേഫ് ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അറിയത്തില്ല. എന്തായാലും അരമണിക്കൂറിന് സ്നേക്ക് ക്യാച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാണ്. അണ്ണനും എല്ലാവരും ഉറക്കം പോയി. രണ്ടാൾക്കും കളിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന പഴയ തുണി 2 എടുത്തിട്ട് കൊടുത്ത് അതെടുത്ത് കടിച്ച് പറിച്ച് ഇവിടെ രണ്ടാളും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടെ. പിള്ളേരാൾ കണ്ടുപിടിച്ചത്. അവർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആയേനെ. ഇപ്പം ജിമ്മിനെ ഞങ്ങളിപ്പം മുമ്പ് രാത്രിയിൽ തുറന്നു വിടുമായിരുന്നു. ഇപ്പം ജിമ്മിയെ തുറന്നു വിടത്തില്ല രാത്രിയിലൊന്നും. എല്ലാവരെയും ഇപ്പം രാത്രിയിൽ കൂട്ടിലാക്കിയിരിക്കും. അഥവാ അവനെ തുറന്നു വിടുകയെങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അവൻ ഇതിനെ കണ്ടിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും വലിയൊരു പാമ്പ് നമ്മളെ വീട്ടിൻ്റെ ഏരിയയിൽ വരുന്നത്. പൈസ എടുക്കണ്ടേ? കാട്ടുപാമ്പ്. ഈ പിടിച്ചത് കാട്ടുപാമ്പെന്ന് ഇനത്തിൽപ്പെട്ടതാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതിന് വിഷം ഇല്ലാത്തൊരു, അതായത് നമ്മൾ ചേരയുടെയൊക്കെ ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു പാമ്പാണെന്നാണ് പറഞ്ഞത്. വിഷമില്ല, കടിച്ചു കഴിഞ്ഞാൽ വേദന വരും, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ അതിനെ അങ്ങനെ അതിൻ്റെ ആ സഞ്ചിക്കകത്താക്കിയിട്ട് സഞ്ചി കൂട്ടി കെട്ടിയെടുക്കുകയാണ്. പുള്ളിക്കാരൻ ഏതാണ്ട് ഒരു 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പാമ്പ് പിടിക്കാൻ തുടങ്ങിയതാണ്. ഇത്രയും കാലയളവിനിടയ്ക്ക് ഈ 2ാമത്തെ കാട്ടുപാമ്പിനെയാണ് ഈ പുള്ളിക്കാരൻ പിടിക്കുന്നത്. ഒന്ന് വേറെ എവിടെ വെച്ച് പിടിച്ചു, ഒന്നിപ്പോൾ ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ എന്തായാലും വിഷമില്ലാത്ത പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സമാധാനമായി. അപ്പോൾ ഗ്ലാസ് വേണ്ടി വേറെ ഒരു കാണത്തില്ലായിരിക്കും. ഇതിൻ്റെ അകത്തിഞ്ഞ് വേറെ ഇല്ലല്ലോ അല്ലേ? അത് സമാധാനത്തിന് വേണ്ടി ഒന്ന് നോക്കിയാലേ. അണ്ണാ ഞാൻ അറിയില്ല.
ഇത് രണ്ടു പ്രാവശ്യം ഈ ഓൾറെഡി പുറത്ത് ഇതിനകത്തിനില്ല. നമ്പർ എന്തായാലും ഇതുപോലെ ഉണ്ടെങ്കിൽ വിളിച്ച് അല്ല എന്തായാലും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചാൽ മതിയല്ലോ. അങ്ങനെ ആ പാമ്പ് സാറിനെ പിടിച്ച് സഞ്ചിക്കകത്താക്കി പുള്ളിക്കാരൻ എന്തോ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഇതിനെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവർ ഫോറസ്റ്റ് ഓഫീസിൽ അതിനെ ഏൽപ്പിക്കും. ഇന്നിപ്പോൾ രാത്രിയിൽ അവരുടെ കസ്റ്റഡിയിലായിരിക്കും ഈ പാമ്പ്. നാളെ രാവിലെ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം പോവാൻ നേരത്ത് ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ ആ സൈഡിലിരിക്കുന്ന ആ ചെടികൾ ഇങ്ങനെ പടർന്നിരിക്കുന്ന ആ ചെടികളെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റണം, അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരന് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ജിമ്മി കൂട്ടി കിടന്ന് ബഹളം അങ്ങ് തുടങ്ങി. ജിമ്മി റാണിയും ഫുൾ വീട് ഇളവിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരാൾ രാത്രി കയറി വന്നപ്പോഴത്തേക്ക് ഫുൾ വീട്ടിൽ കംപ്ലീറ്റ് ആൾക്കാർ പട്ടിക്കുട്ടന്മാരും ബഹളം അങ്ങ് തുടങ്ങി. രാത്രി 1 മണി 1:30 മണി സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവരെല്ലാവരും സൈലൻ്റായി. പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗ്സ് ഒരു യൂഷ്വൽ അല്ലാത്ത രീതിയിൽ കുരയ്ക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാണാതെ കുരയ്ക്കത്തില്ല. അഥവാ അവരങ്ങനെ കുരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും ശ്രദ്ധിക്കണം. എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അവരങ്ങനെ ബഹളം വയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങളടുത്ത് യാത്രയും പറഞ്ഞ് പുള്ളിക്കാരൻ പാമ്പ് സാറിനെയും കൊണ്ട് അവിടുന്ന് യാത്ര തുടർന്നു.